പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിൽ മോചിതനാക്കാൻ ആവശ്യപ്പെട്ട് പാർട്ടി പ്രവർത്തകർ നടത്തിയ ഇസ്ലാമാബാദ് മാർച്ചിനിടെ 6 പേർ കൊല്ലപ്പെട്ടു. 4 സുരക്ഷാ ഉദ്യോഗസ്ഥരും 2 പ്രവർത്തകരുമാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. അതീവ സുരക്ഷാ മേഖലയിലേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നേതാവുമായ ഇമ്രാൻഖാനെ ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ ഇസ്ലാമാബാദ് മാർച്ച്. ഞായറാഴ്ച ആരംഭിച്ച പ്രതിഷേധ റാലി തിങ്കളാഴ്ച ഇസ്ലാമാബാദിലെത്തി. തുടർന്ന് നഗരത്തിൽ പലയിടത്തായി പാർട്ടി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ചൊവ്വാഴ്ച നഗരത്തിലെ അതീവ സുരക്ഷാ സോണായ ഡി ചൌക്കിലേക്ക് റാലി ആരംഭിച്ചതോടെ സംഘർഷം മൂർധന്യത്തിലെത്തി. തുടർന്നുള്ള സംഘർഷത്തിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും കൊല്ലപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടതെന്നും 120ഓളം പേർക്ക് പരിക്കേറ്റതായും പ്രവിശ്യ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. 22 പോലീസ് വാഹനങ്ങൾ പ്രതിഷേധക്കാർ തീയിട്ടു. പരിക്കേറ്റ ഉദ്യോഗസ്ഥരുടെ സമരക്കാരുടെയും നില ഗുരുതരമാണ്. PTIയുടെ നിരവധി പ്രവർത്തകർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീബിയാണ് പ്രതിഷേധം നയിക്കുന്നത്. പാക് പാർലമെന്റ്, സർക്കാർ സ്ഥാപനങ്ങൾ, എംബസികൾ ഉൾപ്പെടെയുള്ള മേഖലയാണ് ഡി ചൌക്ക്. ഇവിടെ പ്രതിഷേധിക്കാനായിരുന്നു PTIയുടെ തീരുമാനം. പ്രതിഷേധം അവസാനിപ്പിക്കുകയോ ഡി ചൌക്കിൽ നിന്നും പ്രതിഷേധം മാറ്റുകയോ ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യം PTI നിരാകരിച്ചു. ബാരിക്കേഡും ട്രക്കുകളും കോൺക്രീറ്റ് ബ്ലോക്കുകളും വെച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ അത് മാറ്റാൻ ശ്രമിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ട സംഭവത്തിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വിയും അപലപിച്ചു. രാജ്യത്ത് കലാപമുണ്ടാക്കി അരാജകത്വം സൃഷ്ടിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ഇത് അടിച്ചമർത്തണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.